ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ ഫ്ലാഷ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ചങ്ങനാശ്ശേരിയിലോട്ട് പോവാണ് ഗൈസ്. നമ്മൾ എഡ്ജ് ഒപ്റ്റിക്കൽസിൻ്റെ ഓണർ ടോണി ബ്രോയുടെ കല്യാണമാണെന്ന്. അപ്പം കല്യാണം ഒന്ന് ഉച്ചയ്ക്കായിരുന്നു. അപ്പം കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ വിടും. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 മണി 6:30 അവിടെ എത്തണം. അപ്പം വ്ളോഗ് എടുക്കാനുള്ള എന്തൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ജസ്റ്റ് ഒരു ചെറിയ വ്ളോഗായിരിക്കും ഗൈസ്. മോസ്റ്റ്ലി അവിടെ ഫുഡ് എന്താണെന്നുള്ളത് എനിക്ക് കഴിക്കണം. ഞാൻ സൈഡിലുള്ള ഫുഡൊന്നും കഴിച്ചിട്ടില്ല. സോ അതിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ അവിടെ നിന്ന് ഫുഡ് അടിക്കുന്നു. ഓക്കെ, അപ്പം എന്തായാലും കാണാൻ കഴിയും. ഉള്ള വലിയ ഐ വിൽ ട്രൈ ടു ഒരു ചെറിയൊരു വ്ളോഗ് കുക്ക് ചെയ്യാൻ നോക്കാം. എന്നിട്ട് ടോണി ബ്രോയ്ക്ക് കൺഗ്രാറ്റ്സും പറഞ്ഞിട്ട് വരാം. ഓക്കെ, ബൈ. നമ്മൾ കല്യാണത്തിന് പോകുന്നു. കല്യാണം അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോകാൻ കഴിച്ചു. ഓ, ഇതിനിപ്പോ കോപ്പിറൈറ്റ് ഇട്ട് വന്നു ഈ പാട്ട്. ഇപ്പൊ ഈ പാട്ട് പാടിയേ ആ പാട്ടിനൊന്നും അങ്ങനത്തെ ഒരു പാട്ടുണ്ടെന്ന് ഒരു ആൾക്ക് വരുന്നൂടാ. മുകേഷാണ് അവന് മാത്രം ഇങ്ങനത്തെ പാട്ടുകളൊക്കെ അറിയാം. മുകേഷ് പോലും മറന്ന പാട്ടുകൾ അവന് വരെ അറിയാം കേട്ടോ. ഏത് സിനിമ ഞാൻ ആലോചിക്കുന്നത്. അത് വേറെ ലെവലാണ് ബ്രോ, അത് വേറെ ലെവലാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇടയ്ക്ക് ഒന്ന് വിശ്രമിക്കാൻ, ഒരു വട ഓടിക്കാൻ, ഒരു ചായ ഓടിക്കാൻ ഇവിടെ ഹോട്ടൽ സരവണ ഭവൻ തിരുവല്ലയിലടുത്ത് എവിടെയാണ് ഗൈസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടി കയറിയതാണ്. നമ്മൾ കുറച്ച് നേരത്തെയാണ്. റിസപ്ഷൻ 6 മണിക്കാണ്. നമ്മൾ പൊത്തുവിട്ട് വന്ന അവസാനം 5 മണിയായപ്പോഴേക്കും തിരുവല്ല എത്തി. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് ഇവിടെ ഇരുന്ന് നമ്മൾ കുറച്ച് ചായ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ്. അതിനെ പറ്റുന്ന ഒരു വടയും കൂടെ കഴിക്കാം. ഓക്കെ, കോൾഡ് കോഫി, കോൾഡ് നമുക്ക് ഓരോ വടയും കോൾഡ് ബജ്ജിയൊക്കെ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. അങ്ങനെ കട്ട്ലറ്റ് വന്നിരിക്കുകയാണ്, ഷാസിൻ്റെ ഫേവറേറ്റ്. ഓ, വടയും വന്നിരിക്കുകയാണ്. വട വന്നു, കെച്ചപ്പ്, 2 കോഫി വന്നിട്ടിരിക്കുകയാണ്. കോഫി വന്നിട്ടില്ല, പക്ഷേ വടയും സാധനങ്ങളും വന്നിട്ടുണ്ട്. വട ആൻഡ് കട്ട്ലറ്റ്. കട്ട്ലറ്റിനെ കീറി മുറിക്കുന്ന ഷാസ് എങ്ങനെയുണ്ടെന്ന് റിവ്യൂ പറയും. അല്ലാണ്ട് കൊള്ളാൻ തോന്നുന്നു ഗൈസ്. നമ്മളതാ കട്ട്ലറ്റിലോട്ട് വാരി വാരി എടുത്ത് തിന്നുന്നുണ്ട്. ഓഹോ, അടുത്ത വട. മേടിയെടുക്കുന്നു. ഓ, വടയെ നിറച്ചും വെജിറ്റബിൾസ് ആണല്ലോ ഗൈസ്. ബീൻസൊക്കെ നിറച്ചും കട്ട. നൈസ്. നല്ല ബീൻസും ക്യാരറ്റൊക്കെ. ഫുൾ നല്ല ചങ്കി ആയിട്ടുണ്ട് എല്ലാ വെജിറ്റബിൾസും. വെജിറ്റബിൾ തിന്നാത്തവരേക്ക് ഇവിടെ കൊണ്ടുവന്നാൽ ഈ കട്ട്ലറ്റ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ വെജിറ്റബിൾ കയറും. കെച്ചപ്പ് കോരി ഒഴിച്ച് വടയുടെ ടേസ്റ്റ് പോലും അറിയില്ല. കെച്ചപ്പ് ഒരുപാട് നമ്മൾ ഐറ്റം വന്നിരിക്കുകയാണ് ഗൈസ്. കാപ്പി ഫിൽട്ടർ. ഇത് കൊള്ളാം, സൂപ്പർ കേട്ടാ. നമുക്കത് എക്സ്ചേഞ്ച് ചെയ്താലോ? എനിക്കൊന്ന് കുറച്ച് ഗാർണിഷിന് അവർ കുറച്ച് കോഫി തന്നെ മണ്ടേ ഇട്ടിട്ടുണ്ട്. നൈസ്. കാപ്പി അടിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യോ നല്ല ചൂട്. ഓ, ഗ്ലാസ് അങ്ങ് ഒട്ടിയിരിക്കുന്നു കേട്ടോ.
ഓഹോ ക്യാമറ നോക്കിയെന്ന അവസാനം തറയിലോട്ട് ഞാൻ ഒഴിക്കായിരുന്നത്. ഇങ്ങനെയാണ് ഗൈസ് എല്ലാവരും കാപ്പി കുടിക്കേണ്ടത്. മതി, അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. വട എന്തോ കഴിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്രഷൻ കാണിക്കുന്നതാണ്. 2 വട പോരെ, കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ലാത്ത നമ്മൾ വട എടുക്കുന്നു, ചമ്മന്തി മുക്കുന്നു, ഈ ചമ്മന്തിയിൽ മുക്കുന്നു. ഒരു ഉപ്പ് കുറഞ്ഞു പോയി. ഉപ്പില്ല, ഒട്ടുമില്ല. അതാണ് മൈ ഹിൻഡ് ചെയ്തത്. പക്ഷെ കൊള്ളാം, നല്ല ക്രിസ്പി, മൊരിഞ്ഞുണ്ട്. ആ കൂടെ കുറച്ച് ഉപ്പൂടെ ഉണ്ടാകാൻ അടിപൊളിയാണ്. കാപ്പി എങ്ങനെയുണ്ട്? സൂപ്പറാ. യെസ്, ഞാൻ കാപ്പി പിടിച്ചോട്ടെ. ഓ ഇടുവല്ലേ, ഇടില്ല. അതല്ലേ ഫിൽട്ടർ കാപ്പി. സ്റ്റാർബക്സ് ഒക്കെ പോയി പണി വാങ്ങണം. പൊളി സാധനം, അടിപൊളി. യെസ്, കട്ടായിട്ടും കൊള്ളാം. സാധനം നിറച്ചും വെജിറ്റബിൾ. Continue on National Highway 183 for 4 kilometers. ഇനിയൊരു വടയും കൂടെ. ഒരു രക്ഷയല്ല കാപ്പി. നല്ല കടുപ്പം, കറക്റ്റ് മധുരം. എറണാകുളത്തുള്ളവർ കാണുക ഗൈസ്, സൂര്യൻ, ക്ലൈമറ്റ് ഉണ്ടോ ഒന്നാണ് അവിടെ ഗൈസ്. നമ്മൾ എറണാകുളത്ത് ഗുഹേരകത്ത് താമസിക്കുന്ന പോലെയാണ് സത്യം പറഞ്ഞാൽ. ഈ ലൈറ്റൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തുവാണ് എന്തൊരു വെളിച്ചം നോക്കിയാണ്. കൊതിയാണ് ഗൈസ് എറണാകുളത്ത് ഈ ഒരു ക്ലൈമറ്റ് വരാനായിട്ട്. കൂള മഴയും മടുത്ത് എനിക്ക്. ഇരുണ്ട കാലാവസ്ഥ മടുത്തവർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. എന്തോടെ കൺവെൻഷൻ സെന്ററിന്റെ പേര്? വിജയ കൺവെൻഷൻ സെന്ററിലോട്ട് നമ്മൾ പോയാണ്, തിരുവല്ല. ഗൈസ് നോക്കൂ ഗൈസ്, എന്ത് മനോഹരമായ. ആലപ്പുഴ റൈറ്റ്. ഇത് ഏത് വഴി ഏതായാലും കൊള്ളാം, മനോഹരം. ലെക്സസ് ഇങ്ങനെ കാണാം. വാവ്, വാടെ ഹൈവേ വഴി. സൂപ്പർ വഴികൾ ഗൈസ്. നമ്മളിവിടെ 6 മണിയുടെ പരിപാടിക്ക് 6 മണിക്ക് തന്നെ വന്ന് നോക്കിയാണ്. ഓരോ മാനിച്ചില്ല പരിപാടി. ഇങ്ങനെ ചെറുക്കം പോലും വന്നില്ല കേട്ടാ. സനിയാണ് നേരത്തെ 3 മണിക്ക്. ഞാനൊന്ന് ഗൈസ്, എനിക്ക് എനിക്ക് കുറച്ച് പണ്ടേ പങ്ക്ച്വാലിറ്റി കൂടുതലാണ് ഗൈസ്. നമ്മൾ അതുകൊണ്ട് വിചാരിച്ചില്ല ഇത്രയും നേരത്തെ നമ്മൾ എത്തും എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ചില സ്ഥലത്ത് നമ്മൾ ലേറ്റ് ആയിട്ട് എത്തണം. അതിനൊരു സ്ഥലമാണ് കല്യാണം അല്ലേ? സത്യം കേട്ടാ. നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ആദ്യം ഷേക്കൻ കൊടുക്കുക. അതൊരു പ്രത്യേക ഫീലിംഗ് അല്ലേ, നമ്മൾ ആദ്യം ഷേക്കൻ കൊടുക്കുന്ന ആരാണെന്നുള്ളത്. എന്ത് പറയുന്നു? അപ്പൊ എന്തായാലും ഗൈസ്, നമ്മൾ ചെറുക്കനെയും പെണ്ണിനെയും ഒക്കെ കണ്ടിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നതായിരിക്കും. കുറച്ച് നേരത്തെ ആയിപ്പോയി വന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ ടൈം കീപ്പ് ചെയ്യുന്ന കൂട്ടത്തിലായിപ്പോയി. ഓക്കെ. ആകാശത്തിൽ ഒരു കൃഷ്ണപ്പരുന്ന് പറക്കുന്നു എന്ന് ന്യൂസ് ആയിട്ട് അതിനെ പിടിക്കാൻ കൃഷ്ണപ്പരുന്ന് ഓടി രക്ഷപ്പെട്ട് പാകമായി. ഇവിടെ ഒരു ശാസ്പരെന്ന് മാത്രമേ നമ്മളിങ്ങനെ ചില്ല് ചെയ്തിരിക്കുകയാണ് ഗേസ്. ആരും വരുന്നു. കുറച്ച് പേരൊക്കെ എന്തൊക്കെ വന്നിട്ടുണ്ട്.
കുറച്ചുകൂടെ ആൾക്കാർ വന്നിട്ട് കയറി പോകാന്നുള്ള പ്ലാനിലാണ്. നമ്മൾ നിർത്തിക്കുന്ന സ്ഥലം നോക്കിയാണ്. സൂപ്പർ 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 സീനറി ഗൈസ്. പച്ച പുല്ലും മരങ്ങളും. കാടുകളും. അങ്ങനെ വിജയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഗൈസ് ടോണി ബ്രോയുടെ കല്യാണം. എന്തോന്നാ പേര്? എൻഗേജ്മെന്റ് അല്ല, റിസപ്ഷൻ. എല്ലാവരും വന്നു തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെയാണെന്ന് തോന്നുന്നല്ലേ. ഇതാണ് നമ്മുടെ പ്ലേറ്റ്. പൊറോട്ട, ബ്രെഡ്, ഫിഷ് മപ്പാസ്, പ്രോൺസ്, ഗൈസ് പൊറോട്ട, പൊറോട്ട. പത്തിരിയും പ്രോൺസ് ടു. പത്തിരി പ്രോൺസ്. ഓക്കേ ഗൈസ്, അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഫുഡൊക്കെ അടിച്ചു. ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. ഞാൻ പിന്നെ ആൾക്കാരുടെ ഭയങ്കര ക്യൂ ആയിരുന്നു ഗൈസ് ഫുഡ് എടുക്കാനായിട്ട്. അപ്പം എടുക്കാനായിട്ട് വീഡിയോയും വ്ളോഗും എടുത്തുകൊണ്ട് ചെയ്യാനായിട്ട് ഒത്തിരി പാടായിരുന്നു. പക്ഷെ ഫുഡ് സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡായിരുന്നു. അപ്പം എല്ലാം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ എല്ലാം കഴിഞ്ഞ് പോവുകയാണ്. ഇതാണ്ടിരിക്കുന്നു. അതിന് പനീര് ആരംഭമാണെന്ന് തോന്നുന്നു. അപ്പം എത്രയും പെട്ടെന്ന് കൊച്ചിയിലെത്തണം. ഓക്കെ, ബൈ ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ടു ഫ്ലാഷ് വ്ളോഗ്സ്. ഹോപ്പ് ഓൾ ആർ ഡൂയിങ് ഗുഡ്. നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നു വലിയ സംഭവ ബഹുലമായിട്ടുള്ളതൊന്നുമില്ല, പ്ലാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാൻ പുറത്തു പോകുന്നുണ്ട്. കോസ് കഫേയിലായിരിക്കും പോകുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പ് അവിടെ നിന്നായിരിക്കും. പിന്നെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ ഞാൻ പോകെ കാണിക്കാം. സോ ആദ്യം നമ്മൾ പോയി ഫുഡ് അടിക്കാൻ പോട്ടെ. ഞാൻ ശ്വാസം മാത്രമേ ഉള്ളൂ, ഇന്ന് വീട്ടിൽ വേറെ ആരുമില്ല. ഓക്കെ, അപ്പോൾ കാണാം. ടാറ്റ. നമ്മൾ ഫുഡ് അടിക്കാൻ എവിടെയാണ് പോകുന്നത്? കോസ് കഫേ. ഇതാണ് ഗൈസ് എൻ്റെ പുതിയ വാച്ച്. ഇവൻ്റെ പച്ച, ഇതിൻ്റെ പച്ച, ഇത് എൻ്റെ കറുപ്പ്. നിങ്ങൾ പറയൂ ഗൈസ്, ഏതാണ് നല്ലത്? അതേമാതിരി പച്ചക്കളർ തവളെ പോലെ ഉണ്ട്. ഇതാണ് സൂപ്പർ എന്ന് എനിക്ക് തോന്നുന്നു. ബ്ലാക്ക് നാട്ടിൽ പോലും കിട്ടുന്നില്ല. പച്ച അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ചുമ്മയാണ് ഗൈസ്. പച്ച ആർക്കും വേണ്ടാത്തതുകൊണ്ടാണ് അത് കിട്ടാത്തത്. ഓക്കെ, ബ്ലാക്ക് ഈസ് ദ ബെസ്റ്റ്. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ കോസ് കഫേയിൽ എത്തിയിരിക്കുകയാണ്. ഞാനൊരു ബേൺ ഗാർലിക് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞ എൻ്റെ ഫേവറേറ്റ്. ഷാസ് ഒരു ചിക്കൻ പാസ്ത പെസ്റ്റോ. പിന്നെ ഞാൻ കുടിക്കാനൊരു മാംഗോ മാച്ച് ഐസ് ലാറ്റെ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാംഗോയും മാച്ചാണ് കോമ്പിനേഷൻ. അപ്പോൾ ഫുഡ് വരുമ്പോൾ കാണാൻ കഴിച്ചത് നിറച്ചും ആൾക്കാരും സംസാരിച്ച് കുറച്ച് കേൾക്കും. അതുകൊണ്ട് തൽക്കാലം ഫുഡ് വന്നിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും വരാം. അപ്പോൾ ഇതാണ് കഫേ.
അടുത്ത മാച്ച് നടന്നിരിക്കുകയാണ് ഗൈസ്. അതിനൊക്കെയാണ് പോകണം. ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ കഴിച്ചിട്ട് റിവ്യൂ പറഞ്ഞതൊക്കെ മൊത്തത്തിൽ സൂം ചെയ്ത് എൻ്റെ മോന്താങ്ങ് അകത്ത് കയറിപ്പോയി, അന്നത്തെ പോലെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ക്യാബേജ് കുറച്ചിടാൻ പറഞ്ഞാൽ മതി ഫ്രൈഡ് റൈസിൽ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. മുമ്പ് കഴിച്ചുകൊണ്ടിരുന്ന കാട്ടി അടിപൊളി ടേസ്റ്റായി. ചിക്കനും സ്റ്റിർ ഫ്രൈഡ് ചിക്കനും നൈസാണ്. അപ്പം ഡു ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. കോസ് കഫേയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനം മസ്റ്റാണ്. ഫ്രൈഡ് റൈസ് ബൗള് വിത്ത് ചിക്കൻ. അവൻ്റെ പെസ്റ്റോ പാസ്തയും നൈസാണ് കേട്ടോ. സ്പെഗറ്റി. ഈ ഒരു മാച്ച അടിപൊളി സൂപ്പർ സാധനം. മാച്ച മാംഗോ അവൻ അധികം ഇഷ്ടമല്ലാത്തതാണ്. പക്ഷേ അവൻ ഊറ്റി കുടിക്കുന്നുണ്ടാ കൂടുന്ന് പറഞ്ഞിട്ട്. ഇതുകൊള്ളാം മാച്ച. മാച്ച നോർമലി മാച്ച മാത്രമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ കൊള്ളത്തില്ല. എന്തെങ്കിലും കോമ്പിനേഷൻ ടെൻഡർ കോക്കനട്ടോ മാംഗോയോ സ്ട്രോബെറിയൊക്കെ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നൈസാണ് കഴിച്ച്. അപ്പം ഓക്കെ, നമ്മൾ കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇതാണ് അതിൻ്റെ അകത്തുള്ള ചിക്കൻ. ഇതിൻ്റെ ഫ്ലേവർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഗ്രേവി കുറച്ച് സ്വീറ്റാണ്. ചെറിയൊരു ക്രിസ്പുണ്ട് ഔട്ട് സൈഡ്. ഇത് ഈച്ച കടന്ന് പറങ്ങുന്നുണ്ട് കേട്ടോ. മണാലിൻ്റെ കടയിൽ നിന്ന് പറന്നു വന്നേന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ കൊണ്ടിട്ടാണ് ചാൻസ്. അടിപൊളി ടേസ്റ്റ്. പിന്നെ വേറെ ചിലർക്ക് ഈ നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇതേപോലെ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. ഇതേപോലെ ആരോ കോഴ്സിൽ വന്നിട്ട് എന്തോ ട്രൈ ചെയ്തൊക്കെ എന്തൊക്കെയോ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പിന്നെ ഓവർ പ്രൈസ്ഡ് വന്നിട്ടുണ്ട്. ഇത് ടോട്ടലി ഈ സിനിമ പോലെ തന്നെയാണ്. നമ്മൾ സിനിമയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഫുഡ് പോലെ എന്ന് പറയും. ഫുഡിൻ്റെ കേസ് സിനിമ പോലെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നമുക്ക് ഇഷ്ടപ്പെടണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. സോ കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവാണ്. ഞാൻ മാക്സിമം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. എരിയാണോ പുളിയാണോ, സോ അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. അത് മാത്രമേ നമുക്ക് കൊണ്ട് പറ്റത്തുള്ളൂ. അതിപ്പോൾ ഏത് ഫുഡ് ബ്ലോഗർ ആയാലും അങ്ങനെയാണ്. ഇത് ബെസ്റ്റാണ് അത് ഇഷ്ടമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ സാധനം കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. അതെ, നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഗൈസ്. അത്രേ ഉള്ളൂ. ബൈ. നമ്മൾ കഴിച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് പൊളിയാണ് കേട്ടോ ഈ കഫേരെ. ഫുൾ ഗ്രീനറിയും സെറ്റപ്പും വാഴയും മരങ്ങളും ഒക്കെ ആയിട്ട് ഒരു രസം സംഭവമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ട്രൈ ചെയ്യാം. ഇറ്റ്സ് നൈസ്. നമ്മുടെ നാട്ടിൽ ഈ ഒരു ആംബിയൻസ്, കൊച്ചിയിൽ ഇത്രയും നല്ല ആംബിയൻസ് ഉള്ള കടകൾ വളരെ കുറവാണ്. ജസ്റ്റ് കം ആൻഡ് എൻജോയ്. മാത്രമല്ല ഇവിടെ പെർഫോമൻസസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതും നോക്കിക്കോളൂ ഗൈസ്. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. എവിടെ വിട്ടാണെന്ന് അറിയത്തില്ല, ബട്ട് ലെറ്റ് സി. ഈ ഒരു ഫുഡൊക്കെ കഴിച്ച് അനങ്ങാൻ വയ്യ. ബൈ. ഹലോ ഗൈസ്, വെൽക്കം ടു ഫ്ലാഷ് വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പം ഞാൻ മറ്റേ വ്ളോഗിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാക്കപ്പ് സാധനങ്ങളെല്ലാം കൂടെ വ്ളോഗ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം കൂടെ വ്ളോഗായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് മുതലായിരിക്കും ഫ്രഷ് ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പ്ലാനിലിരിക്കുകയാണ്. ലൈക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള വ്ളോഗ്സ്. ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്, നമുക്ക് നോക്കാം. ബിക്കോസ് മോസ്റ്റ്ലി വെളിയിൽ പോകുമ്പം പബ്ലിക് സ്ഥലങ്ങളിലാണ് മെയിൻലി ഇപ്പോൾ കറങ്ങി നടക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് മൊബൈൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ചൊരു ചമ്മലുണ്ട്. സോ അതുകൊണ്ടാണ് അധികം വ്ളോഗിൽ കണ്ടൻസ് അധികം ഇല്ലാത്തത്. ഇപ്പം പതുക്കെ പ്ലാൻ ചെയ്ത് ചെയ്യാനുള്ളൊരു ഐഡിയ ഉണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു വ്ളോഗായിട്ട് ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാനുള്ള പരിപാടിയാണ്. സോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ലാഗ് അടിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ. ബിക്കോസ് ഷാജിന് വയ്യ, പിന്നെ സിസ്റ്ററിനും പിള്ളേരൊക്കെ കുറച്ച് ട്രാവലുണ്ട്. അവർക്ക് പല റിലേറ്റീവ്സിനെയും ഫാമിലി മെമ്പേഴ്സിനെ കാണാനുള്ള ട്രിപ്പും അങ്ങനത്തെയൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. സോ ഇനിയിപ്പം പ്രോപ്പറായിട്ട് നമ്മുടെ ഒരു വ്ളോഗ് ഇത് ഒരു സ്ട്രക്ചർ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവരിപ്പം പോയിട്ട് ഞാൻ തന്നെ കുറച്ച് പ്ലാൻ ചെയ്ത് ട്രാവലും ഫുഡ് വ്ളോഗിങ്ങും അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പം
ഈ പ്ലാൻസൊക്കെ ഉണ്ട്, എല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ എങ്ങനെയൊക്കെ നടക്കും, എന്തൊക്കെ ചെയ്യും എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ലെറ്റ്സ് സീ ഗൈസ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കമൻസ് വന്നിട്ടുണ്ട്, ലൈക്ക് നമ്മളെ വ്ളോഗ് ഡെവലപ്പ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനുള്ള സംഭവം. അപ്പോൾ അതിലത് തിങ് ഈസ് എനിക്ക് എൻ്റെ രീതിയിൽ ചെയ്യാനാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ വെച്ച് ഒരു ഫോർമാറ്റൊക്കെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ കാണുന്ന എല്ലാവർക്കും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യണം, ഞാൻ അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഇത് പലർക്കും പല ഡിഫറെൻറ്റ് ഒപ്പീനിയൻ കാണും. അപ്പോൾ എനിക്കതെല്ലാം കൂടെ ഒരു മനുഷ്യനല്ലടാ ഉള്ളൂ, എല്ലാവരും കൂടെ പറയുന്നതനുസരിച്ച് എനിക്ക് മാറാൻ പറ്റില്ല. സോ ബേസിക്കലി വൺ തിങ് ഈസ് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യാം. അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ തിങ് ഈസ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഈസ് മീ. ഐ കാൻ ചേഞ്ച് മോർ ദാൻ ഒരു പോയിൻറ്റിന് അപ്പുറം എനിക്ക് മാറാൻ പറ്റത്തില്ല. കണ്ടൻറ് വൈസും മാറാൻ പറ്റത്തില്ല, മനുഷ്യനായിട്ടുള്ള രീതിയിലും മാറാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ എങ്ങനെയാണ് അങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. സോ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ് ഗൈസ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പണിയാണ്. എനിക്കൊന്നും ലൈക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥയിലെത്തും. ലൈക്ക് അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ, അവസാനം ചെയ്യാതാവും. മനസ്സിലായില്ലേ? അപ്പം മോസ്റ്റ്ലി എല്ലാവരും വ്ളോഗൊക്കെ നിർത്തുന്നത് അതുകൊണ്ടാണ്. ഒത്തിരി ഒപ്പീനിയനും ഒത്തിരി സജഷനൊക്കെ വന്നിട്ട് ഇതെല്ലാം കൂടെ ആലോചിക്കുമ്പം തന്നെ എല്ലാവരും വിചാരിക്കും ഓക്കെ നമ്മൾ ചെയ്യുന്നത് മൊത്തം തെറ്റാണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്നുള്ളൊരു സെൽഫ് ഡൗട്ട് എപ്പോഴും നമുക്ക് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിപ്പോൾ ഞാൻ ന്യൂ ആയിട്ട് തുടങ്ങുന്നിടത്തും കൂടെ ചേർത്താണ് പറയുന്നത്. നമ്മളെ ഇഷ്ടത്തിന് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ക്രൗഡ് നമുക്ക് കാണും. അവരെ എൻ്റർടൈൻ ചെയ്യുക അല്ലെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുക. ഈ ഒരു സംഭവം മാത്രമേ ഞാനിപ്പം മനസ്സിൽ വെച്ചിട്ടുള്ളൂ. സോ ഒരുപാട് ഡീപ്പ് തിങ്കിങ്ങിന് പോയി കഴിഞ്ഞാൽ കേസ് ഇത് ഒരുമാതിരി അവസാനം ഒരു പണി പോലെ ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? ഇത് ഒരു പ്രൊഫഷൻ പോലെ ആ രീതിയിൽ എനിക്ക് വലിയ താല്പര്യമില്ല കേസ്. എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മനസ്സിന് സന്തോഷം വേണം, ഇത് കാണുന്നവർക്കും ഒരു സന്തോഷം വേണം. അല്ലാതെ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ്, കട്ട്, എഡിറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കിവിടെ വെച്ച് വിടാം ഗൈസ്. അത് നോക്കിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വെരി സോറി ടു ഡിസപ്പോയിൻറ്റ് യു. ആ സാധനങ്ങളിലൊന്നും ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. എഡിറ്റിംഗ് ഒക്കെ ഞാൻ സ്വയം കുറേയൊക്കെ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ഇംപ്രൂവ് ദ വ്ളോഗ്സ്. പക്ഷേ ഒത്തിരി ഗൈസ് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭവം ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പോസിബിൾ. മനസ്സിലായില്ലേ? അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ഭയങ്കര ഗ്രേവ് ആയിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് എൻ്റെ കയ്യിൽ നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് പോയിൻ്റ് ഔട്ട് ചെയ്യാം. ഐ വിൽ ടേക്ക് ദാറ്റ് വെരി സീരിയസ്ലി. മനസ്സിലായില്ലേ? പക്ഷെ അല്ലാത്ത ഈ കട്ടിൻ്റെ എഡിറ്റിൻ്റെ ടെക്നിക്കൽ സംഭവം ഗൈസ് അത് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എൻ്റെ രീതിയിൽ. ചിലപ്പോൾ ഞാൻ എൻ്റെ എഡിറ്ററിനെ കൊടുത്തായിരിക്കും ചെയ്യിപ്പിക്കുന്നത്. ചിലർക്ക് അത് കണക്റ്റ് ആവാൻ ചാൻസ് ഇല്ല. ചിലർക്ക് ഞാൻ എഡിറ്റ് ചെയ്യുന്ന എനിക്കിഷ്ടം. അപ്പം എനിക്കറിയത്തില്ല ഇതിൽ എന്താണ് പ്രോപ്പറാണെന്നുള്ളതോ അങ്ങനെയുള്ളൊരു സാധനം ഞാൻ ഇപ്പം ആലോചിക്കുന്നില്ല. സോ എനിക്ക് ഈ ഒരു ഇതിൽ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് സമാധാനമായിട്ട് എനിക്ക് വ്ളോഗ് ചെയ്യാനും നിങ്ങളോടുള്ള ഇൻട്രാക്ഷനും എല്ലാം സ്മൂത്തായി പോകണമെന്നുണ്ടെങ്കിൽ ഞാനായിട്ടിരിക്കുന്നതാണ് നല്ലത് ഗൈസ്. സോ ഐ ഹോപ്പ് യു ഗൈസ് അക്സെപ്റ്റ് മീ ആസ് ഐ ആം. സോ ആൻഡ് സപ്പോർട്ട് മീ ഫോർ ഹൂ ഐ ആം. മനസ്സിലായത്? സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ലവ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സീ അടുത്ത ഷോട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ബൈ. ഓക്കെ, ദിസ് അലുവ തിരുനെൽവേലി അലുവ. ഇത് നമ്മൾ ഇന്നലെ സിസ്റ്ററൊക്കെ ക്രീം അലുവ എന്നാണ് പണ്ട് ട്രിവാൻഡ്രത്ത് ക്രീം അലുവ എന്ന് വിളിച്ചു വന്നത്. എന്താ ഇത് ഫോക്കസ് ആണ്? ആ ഓക്കെ. ഇത് പണ്ട് ക്രീം പോലെ ഇരിക്കണോണ്ടാണ് ഈ അലുവ ക്രീം അലുവ. ഓ അത് തന്നെ. ഇത് പക്ഷെ ഓരോ ബേക്കറിക്കാരുണ്ടാക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് കിള്ളിപ്പാലത്തു നിന്നാണ് നമ്മൾ വാങ്ങിച്ചോണ്ടിരുന്നത്. അവിടെ ഒരു ബേക്കറി ഉണ്ട്, പഴയ അണ്ണാച്ചിരി കട. ടേസ്റ്റ് നീ ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു. എണ്ണയാണ് പിടി. ബിനി കം. എന്താ എൻ്റെ ഫോക്കസ് മാറിക്കൊണ്ടിരിക്കുന്നു. എന്നുണ്ട് ഞാൻ പറഞ്ഞേ, ഇത് ഡെസേർട്ട്സിലെ അൾട്ടിമേറ്റ് സിന്നാണ്. ദിസ് ഈസ് സോ ഗുഡ്. എന്നാ ടേസ്റ്റ് ചൂടാക്കി ബിന്നി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ സാധനം കഴിക്കാത്തവർ മിസ് ചെയ്യണം ലൈഫ്. ഇതാണ് അവിടെ ഒരുത്തൻ ഗിൽറ്റി പ്രഷർ അടിച്ചിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ വെച്ചോ.
ഓക്കെ ഗൈസ് ഇങ്ങനെ ഇതിൻ്റെ അകത്താണ് നട്ട്സും ഡാഡി നട്ട്സ് ഇതിനകത്തുണ്ട് അണ്ടിപ്പരിപ്പ് സാധനം. ഇത് ഈസി പീസി ആയിട്ട് ഇത് മൊത്തം 1 കിലോ ഒക്കെ തിന്നാം കേട്ടോ. ഇതിങ്ങനെ ഒരുമാതിരി ഐസ്ക്രീം നിങ്ങളെ തിന്നും. എന്താ ആന്തരാവയവങ്ങളിൽ പോയി ഒട്ടിയിരിക്കും ഈ സാധനം. ഭയങ്കര അഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡിക്റ്റീവ്. ഇതിങ്ങനെ ക്രീം കഴിക്കണ പോലെ കഴിച്ചോണി. ആണോ ഇതിൻ്റെ അകത്തുണ്ട് നട്ട്സ് ഒക്കെ ഉണ്ട്. ഞാൻ ആ നട്ട്സുള്ള ഭാഗം മാത്രം. പിന്നെ അലുവ എണ്ണയല്ല പിന്നെ വെള്ളത്തിൽ ഉണ്ടാകും. നമുക്കൊരു ലാസ്റ്റ് ബൈറ്റ് എടുത്താലോ ഗൈസ്? നിങ്ങളുടെ ലാസ്റ്റ് എൻ്റെ അമ്മ ഇനി എൻ്റെ ലാസ്റ്റ് ആവുമെന്ന് ഇല്ല കുഴപ്പമില്ല. പക്ഷെ എന്നാലും എനിത്തിങ് ഫോർ ക്രീം അലുവ ഗൈസ്. എടുത്തോണ്ട് പോ, എന്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോവാത്. ഇല്ലെങ്കിൽ അത് 1 കിലോ 10 കിലോ കൂടും ഞാൻ ഗൈസ്. ഡയറ്റ് എന്ന് ഞാൻ പറയൂല. ഈ ഒരു സാധനം കൈ കിട്ടിയ മറ്റേ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല എന്ന് പറയൂലേ, അതാണ് ഈ സാധനം. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രിവാൻഡ്രത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ കിട്ടും ഈ സാധനം. ലില്ലിപ്പാലത്താണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ്. അപ്പം അവിടെ നിന്ന് എവിടെന്നെങ്കിലും അവിടെ നിങ്ങൾ അന്വേഷിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് അവിടെ കിട്ടും. അവിടെ നിന്ന് വാങ്ങിച്ചത് ട്രൈ ചെയ്യുക. പൊളി സാധനം. അതാണ് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പിന്നെ ഞാൻ ആ ഒരു പണ്ടത്തെ ഞാൻ മറ്റേ നൊസ്റ്റാൾജിയക്ക് വേണ്ടി കഴിച്ചെന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ചത്താലും കുഴപ്പമില്ല. ബൈ. ഓക്കെ ഗൈസ്, ഇന്ന് നമ്മൾ മിസ്റ്റർ ടോക്കറ്റീവ് നമ്മളെ കാണാൻ വന്നായിരുന്നു. പുള്ളി പണ്ട് ഒരു ബ്ലോഗറാണ്. കുറച്ച് നാളായിട്ട് അവനും ബ്ലോഗൊക്കെ ചെയ്തിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവനെ നമുക്ക് കൊണ്ടുവന്ന ഐറ്റമാണ് ഹോട്ട് വീൽസ്. ഇപ്പോൾ ഇത് ഹോട്ട് വീൽസ് ട്രെൻഡിലായി വരികയാണ്. ഒരുപാട് പേര് ഹോട്ട് വീൽസിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, സുഹേർ എന്നുണ്ട്. അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു റൂം തന്നെ ഹോട്ട് വീൽസ് ഫുള്ള് നിറച്ച് വെച്ചിരുന്നു. ഈ 2 സാധനങ്ങളാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നായിരുന്നു. റെട്രോ റേസേഴ്സും HW ഗിഫ്റ്റ് കൊള്ളാം സെറ്റ്. പണ്ട് ഞാൻ കളക്ട് ചെയ്യുന്ന കഴിച്ചു. പക്ഷേ ഇപ്പം ഇവിടെ ഇത് വെക്കാനൊന്നും സ്ഥലമില്ല. അതുകൊണ്ട് പിന്നെ വെട്ടി തന്നെ ഇരിക്കട്ടെ. ഞാൻ ഒരു അനിമേ ക്യാരക്ടർ കളക്ട് ചെയ്യണമല്ലേ അവസാനം. സൊരോസ്കിയിൽ ഗിഫ്റ്റ് നോക്കുന്ന കുടുംബം. ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഈ ഒരു സാധനം വാങ്ങിച്ച് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ലുലു ഫോറത്തിലാണ്, അല്ല ഫോറം മോളിലാണ്. ലെഫ്റ്റ് മാൻചെസ്റ്ററിനുള്ള പാർട്ടിക്ക് പോകണമെന്ന്. സോ ഇതുകൊണ്ടൊന്ന് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ പണ്ട് ഷാസ് കാണിച്ചിട്ടുള്ളായിരുന്നു അവൻ്റെ ലോഗിൽ. എനിക്ക് ബ്ലാക്ക് പാന്തർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. 43,000 രൂപ. ഓഫ് മൈ ഗോഡ്. ആൾക്ക് കിടില ആൾക്കാട്ടെ. 60 രൂപ. എൻ്റെ ഫേവറേറ്റ് അയൺ മാൻ, അതും 50 രൂപ. Yes, this is nice. What do you like? Minnie Mouse. Minnie Mouse. Which one? That glass one. This one. Someday, Dudu, when I come to Qatar, I will get you. Okay? ഷോപ്പിംഗ് നടക്കുന്നു ഗൈസ്. ഡിവൈസ് ഇവരെ കൂടെ ഇങ്ങനെ നടക്കുന്നതാണ് എൻ്റെ അപ്പോഴത്തെ പണി. ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡും കഴിച്ചിട്ട് നേരെ ബർത്ത്ഡേക്ക് പാർട്ടിക്ക് പോകുന്നു, വിഷ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ശരി, വരാം. ടാക്കോ ബെൽ കഴിക്കാൻ വന്ന കുടുംബം. ടാക്കോ ബെൽ അഡിക്റ്റ്. സൗണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല. നമുക്ക് ആർട്ടിസ്ട്രിയിൽ പോവാം. അവിടെ നല്ല ഫ്രൈഡ് റൈസ് കിട്ടും. അതിൻ്റെ മുകളിൽ മാരീഡിൻ്റെ ആർട്ടിസ്ട്രി എന്ന് തന്നെ ഹോട്ടലുണ്ട്. അവിടെ പോകാം. ടാക്കോ ബെൽ കഴിക്കുന്ന കുട്ടികൾ. കമോൺ, ടാക്കോ ബെൽ എടുത്ത് 2 കടി അടിക്കൂ. എന്താണ് ചപ്പാത്തിയാണ്?
ഇത് വേണ്ട നിനക്ക് അവക്കാഡോ സോസ്, പൂരിയും പെപ്സിയാണ്. പിന്നെ എരിയുള്ള സോസ്. കൊള്ളാം. പിള്ളേർക്കൊക്കെ ടാക്കോ ബെല്ലും ജങ്ക് ഫുഡുമാണ് കൈസ് ഇഷ്ടം. ടാക്കോ ബെല്ലിൽ കെച്ചപ്പ് ഒഴിച്ച് ചില്ലി സോസാണ്. മറ്റേ ക്രീം അലുവ കഴിച്ചാൽ ജങ്കിനെ പറ്റി പറയണം. ക്രീം ഹലുവ എല്ലാവരും കഴിച്ചു. അതായത് മുട്ട പപ്സ് എല്ലാവരും അവരും കഴിച്ച് കഴിച്ചു. എങ്ങനെയുണ്ടടി ജുജു? നൈസല്ലേ? ഓപ്പോസിറ്റ് ഭയങ്കരമാണെന്ന് തോന്നുന്നില്ല. നല്ലതാണെന്ന് തോന്നണ്ട. നമ്മൾ കൊതിവിട്ട് രണ്ടെണ്ണത്തിന് അത് വേണോ? കുട്ടൻ്റെ ഒരു കടിയെ കടിക്കണമെന്നുണ്ട്. ആ മുഖം കണ്ടാ അറിയാം. വ്യാളിയെ പോലെ ഇരിപ്പുണ്ട് ഇവിടെ. അപ്പോൾ ശരി ഗൈസ്, ഇവരൊന്ന് കഴിച്ച് തീർന്നിട്ട് നമ്മളെ ഫുഡ് കഴിക്കാൻ പോകും. ഓക്കെ, നമുക്ക് ഗൈസ് ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ഫ്രൈഡ് റൈസ് വന്നു. ഒരു കുങ്പാവ് ചിക്കൻ പറഞ്ഞത് വന്നില്ലേ? അവനെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ച പൊറോട്ട മരമായി. കറി വന്നിട്ടുണ്ട്. എന്നാലും ഫ്രൈഡ് റൈസ് ഒള്ളി കുങ്പാവ് വരുമെന്നോ നോക്കട്ടെ. ഒരു മിനിറ്റ്. ഓർഡർ ചെയ്തോ? അടിപൊളി സൂപ്പർ ഫ്രൈഡ് റൈസ്. ഓർക്കൊച്ചാടാ ഫ്രൈഡ് റൈസ് പോകുന്നത്. എല്ലാം റോഡ് നീളം പോകുന്നത്. എന്നാ സ്പൂൺ വെച്ച് കഴിയും. കുഴപ്പമില്ല. മനസ്സിലായല്ലേ? ഓ, I told you guys, I know the best fried rice in Kochi. This is so nice. അയ്യോ, ആ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ തറവാടത്ത് നമ്മളെ പഴയ ഡബിൾ ഉള്ളിലേക്ക് ഒരു സൂപ്പർ. നല്ല ഓക്കെ, നല്ല സ്മോക്കി ഫ്ലേവർ ഉണ്ട്. Indian curry with Chinese. അടിപൊളി. കറി അടിപൊളി. Will never go wrong. ഫ്രൈഡ് റൈസ് ബെസ്റ്റ്. നല്ല അടിപൊളി ഫ്രൈഡ് റൈസ്. അതും പറഞ്ഞു. ഓക്കെ, അടിച്ചു. ചൈനീസ് കറി പറഞ്ഞത് ഓർഡർ എടുത്തില്ല കൈസ് അവർ. അപ്പോൾ തൽക്കാലം ഇന്ത്യൻ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ചിക്കൻ 66 എന്നുണ്ട് കറി. കുരുമുളകും കടുകും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചിക്കൻ കറി. അപ്പോൾ പൊറോട്ട വരും. സോ നമ്മൾ അതും കൂടെ കഴിക്കാം. ഓക്കെ ഗൈസ്, അടുത്ത സാധനം വന്നു. പരിപ്പ് പായസം. എൻ്റെ പൊന്നോ, ഇതെന്ത് സൂപ്പർ ടേസ്റ്റ്. ഇത് ഇവിടെ മാറിയിട്ടില്ല. കിട്ടുന്ന സാധനം കേട്ടോ. കാണുന്നുണ്ടാ? കാണുന്നുണ്ടാടി? എ ക്ലാസ് ബെസ്റ്റ് പരിപ്പ് പായസം ഇൻ കൊച്ചി. എക്സ്പ്രഷൻസ് എനിക്ക് വേണ്ട. നല്ല മധുരമാണ് ഈ സാധനം. നല്ല മധുരമുണ്ട് കേട്ടോ. ദിസ് ഈസ് ഫോർ ഓൾ ദ സ്വീറ്റ് ടൂത്ത് ഔട്ട് ദെയർ. വേറെ ലെവൽ ടേസ്റ്റ്. ഞാൻ ലൈഫിൽ ഇത്രയും നല്ല പരിപ്പ് പായസം ഇതുവരെ കഴിച്ചിട്ടില്ല. അതേപോലെ അതൊരു ഊത്തപ്പം നല്ല സൂപ്പർ ടേസ്റ്റ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി എന്തോ കിടപ്പുണ്ടാവും. സൂപ്പർ ടേസ്റ്റ്. ഭംഗിയാണോ? ഞാൻ പരിപ്പ് പായസം കഴിച്ചോ. ഇതുണ്ട് കൊള്ളാം കേട്ടോ ഗൈസ്. അടിപൊളി ഫുഡും. അലക്കാട്ടെ ഓർഡർ ചെയ്യണം വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇവരുടെ ഡെസേർട്ട് സെക്ഷനിൽ നിന്നാണ് ഇതൊക്കെ എടുത്തത്. നല്ല സൂപ്പർ ടേസ്റ്റ്. കൊള്ളാം. അഫോർഡബിളും ആണ് മറ്റേ ഹയാത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ. സോ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഫുഡ് അടി കഴിഞ്ഞു. ഇനി ഒരു ചിലപ്പോൾ ഒരു പാർട്ടിയാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ബാക്കി വ്ളോഗ്. ഓക്കെ, ബൈ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോവുകയാണ്. ഓ, അനങ്ങാൻ വയ്യ ഗൈസ്. നമ്മൾ ഹണി റോസിൻ്റെ കൂടെയാണ് ഫുഡ് കഴിക്കുന്നത്. ഇതാണ് ഹണി റോസ്. ഇത്രയും കണ്ടാൽ ചെറുതായിട്ട്
ഹണി റോസിന് പ്രൈവസി ഇഷ്യൂകൾ കൊണ്ട് പെട്ടെന്ന് നമ്മൾ കാണിച്ചിട്ടാണ്. ഹണി റോസ് ചിരിക്കുന്നു. ആ നമ്മളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഡേ ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേക്ക് നേരത്തെ വന്നപ്പോൾ. അവൾക്ക് ഇപ്പം 40 വയസ്സായി. എൻ്റെ കൂടെ ആയി. ഇല്ല നിന്റെ കൂടെ 10 വർഷം. അപ്പൊ നിനക്ക് 50 ആവണം മുത്തേ. ഇല്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹണി റോസ് ബൈ ടാറ്റ കാണിക്കുക ഹണി റോസ്. ആ ഓക്കെ. എന്നാ ഹണി റോസ് ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് കുറച്ച് ബിസിയാണ്. ഇതാലോചിച്ച എമ്പുരാൻ ലൂസിഫർ ഒക്കെ നമ്മളെ മ്യൂസിക്കിന്റെ ആസ്ഥാന നെടുന്തൂണാണ് അവൻ. വളർന്നു വരുന്നൊരു കട്ട മ്യൂസീഷ്യൻ. അവളുടെ കെട്ടിയവനാണ്. അങ്ങനെ ഒരു ഒറ്റ കുഴപ്പമേ അവനുള്ളൂ, ബാക്കിയെല്ലാം അവൻ സെറ്റാണ്. ഓക്കെ ഗൈസ്, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ പ്രൈവറ്റ് കാര്യങ്ങൾ. ഗൈസ് ഒരു കാര്യം കാണിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ഞെട്ടരുത്. ഐഫോൺ എല്ലാവർക്കും പുച്ഛമല്ലായിരുന്നോ? ഐഫോണിൻ്റെ ഡ്യൂറബിലിറ്റി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഐഫോൺ. ഇത് ഏത് സീരീസ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ കണ്ടല്ലോ ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് വയ്യോ ഗൈസ്, ഇത് എന്നിട്ടും ഇത്രയും പൊട്ടിത്തകർന്ന ഐഫോണാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ദൈവമേ, നോക്കിയേ, സ്റ്റിൽ വർക്കിംഗ് ഫൈൻ. സെറ്റപ്പ് അല്ലേ? അപ്പോൾ ഐഫോൺ കുറ്റം പറയുന്നവർ ഇത് കാണേണ്ടതാണ്. പൊട്ടിത്തകർന്ന ഐഫോൺ. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം. ബൈ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്തതെന്ന് കണ്ടല്ലോ എല്ലാവരും. അപ്പം ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞു, ഫുഡ് നമ്മൾ അടിച്ചു, ഫോറം പോണിന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇനി അങ്ങോട്ടും എനിക്ക് തോന്നുന്നില്ല ഒരുപാട് സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ഇവർ പോകുന്നവരെ ഇതേപോലെ നോർമൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും വ്ളോഗിൽ. എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്താണ് ഇടുന്നത്. ഒരു ദിവസത്തിൽ ഇടാനുള്ള സാധനങ്ങൾ കുറവാണ്, ലൈക്ക് വ്ളോഗായിട്ട് ഇടാനുള്ളത് കുറവാണ്. അപ്പം 2 ദിവസത്തേക്ക് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തിടാം. പ്രോപ്പർ ചിലപ്പോൾ ഒരു ഇൻട്രോ മോട്ടറോ ഒന്നും കാണാൻ ചാൻസ് ഇല്ല. മാക്സിമം നോക്കാം കഴിയും അത് ഫ്ലോയിൽ കൊണ്ടുപോകാനായിട്ട്. അവർ പോയതിന് ശേഷം നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാം. ലൈക്ക് ഫുഡും ട്രാവലും എല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്ത് ചെയ്യാനുള്ള പ്ലാനിലാണ്. സോ അതുവരെ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. ഇങ്ങനെയൊക്കെ ആയിരിക്കും. ലൈക്ക് വെരി ബേസിക് വ്ളോഗ്സ് ആയിരിക്കും. ഇത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഷോർട്ടായിട്ട് കാണിക്കാം. കുറച്ചൊക്കെ എന്തൊക്കെ ചെയ്യുന്നുള്ളത് നമ്മളിങ്ങനെ ആ ഒരു ഫ്ലോയിലങ്ങ് പോവാം. അപ്പം ആ ഒരു രീതിയിൽ കാണിക്കാം ഗൈസ്. സോ അടുത്ത വ്ളോഗ് നാളെ എന്തായാലും കുറച്ച് പരിപാടിയുണ്ട്. നാളെ കാർത്തികിന് വിരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതിൻ്റെ വ്ളോഗ് എന്തായാലും എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവരാ. അപ്പം അതിൻ്റെയൊക്കെ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. സോ stay tuned. See you guys in the next vlog. Bye.